ഇത് ഞാൻ മെടക്കത്തിലാണ്. എന്റെ ഫ്രണ്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളോട് ഒരു കൊച്ചു ബാല, ഒരു സുന്ദരിയായ ഒരു കൊച്ചു ബാല നമ്മൾ ചോദിക്കാം. എന്താ മോന്റെ പേര്? അർജിത്ത്. അജിത്താ. Name? My name is Shivangi. Shivangi. You from? Bangalore. Bangalore. Is your first time? No, this is second time. Oh, second time. Okay. ഇപ്പൊ കാണാൻ ഒത്തിരി, അതായത് കണ്ട നമുക്ക് തന്നെ ഡൗട്ട് ഇതൊരു പെൺകൊച്ചാണോ ഇത് ഇപ്പൊ ആൺകൊച്ചാണ്. സോറി. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മളെ കൊല്ലത്തെ കൊട്ടിക്കുളങ്ങര അമ്പലത്തിലാണ്. അപ്പൊ ഇവിടെ ഒരു വിശേഷമുണ്ട്. അതായത് നമ്മളെ ആണുങ്ങൾ പെൺവേഷം കിട്ടുന്ന നമ്മളെ കേരളത്തിൽ തന്നെ ഒരേ ഒരു അമ്പലം, കേരളത്തിൽ നിന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു അമ്പലമാണ് ഈ ഒരു കൊട്ടിക്കുളങ്ങര. അപ്പം അത് മാത്രമല്ല, ഈ നമ്മളെ ഈ ട്രാൻസിന്റെ വിഭാഗത്തിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ ഈ ഒരു അമ്പലത്തിന്റെ ഇത് കെട്ടാൻ വരുന്നുണ്ട്. ഒത്തിരി പേര് അതുപോലെ ഈ ട്രാൻസ് മാത്രമല്ല, ഇവിടുത്തെ സംഘം ഇവിടുത്തെ വേഷം കെട്ടി ചെയ്യുന്ന ഒരു ഐതിഹ്യം ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു ആണിനെ മനോഹരമായി എങ്ങനെ ഒരു പെണ്ണായി മാറ്റുക എന്ന രീതിക്കുള്ള ആ ഒരു വിഷയം നമുക്ക് കാണാം. അപ്പൊ ഇതിനുവേണ്ടി ഒന്ന് രണ്ട് ഇവിടുത്തെ തന്നെ വർഷങ്ങളോടെ ചെയ്യുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാരുണ്ട്. ചേട്ടൻ മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസം എത്ര പേര്? 8 പേരോളം കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഇത് 2 ദിവസമാണ് ഈ ഒരു ഇതിൽ വരുന്നത്, ഈ സമയമുള്ളത്. ഇന്നും നാളെയാണല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നാണോ നാളെയാണോ? അല്ല, ഇതിപ്പോ മൺഡേ ട്യൂസ്ഡേ ആണ്. സാധാരണ സൺഡേ സാറ്റർഡേ ആണ് വരാറ്. അപ്പൊ സൺഡേയില് അല്ല സാറ്റർഡേയില് നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്, സൺഡേയില് കുറവാണ്. ഇതിപ്പോ രണ്ടും വർക്കിംഗ് ഡേ എങ്ങനെയാണെന്ന് നമുക്ക് ഓക്കെ. അങ്ങനെ മൊത്തത്തിൽ ഈ ചമയവിളക്ക് 2 ദിവസമാണ് വരുന്നത്. അപ്പം മൊത്തത്തിൽ എല്ലാ വർഷത്തെക്കാളും ഈ വർഷം നല്ലപോലെ ഇവിടെ ആൾക്കാരെയാണ് ഓരോ വർഷത്തിലും വരുന്നത്. യെസ്, ഇപ്പൊ തന്നെ ഒത്തിരി പേര് ഈ ഒരു അമ്പലത്തിൽ ഈ ഒരു നേർച്ച കാണാനും, അതായത് ആണുങ്ങൾ പെൺവേഷം കിട്ടുന്ന നമ്മളെ കേരളത്തിന്റെ ഒരേ ഒരു അമ്പലമാണ് ഇത്. അത് മാത്രമല്ല, ഇവിടെ നമുക്ക് ആദ്യം തോന്നുന്നു ഇവിടെ ട്രാൻസ്ജെൻഡർ മറന്നു ഒരിക്കലും. അത് മാത്രമല്ല, അതായത് കൊച്ചുകുട്ടികളടക്കം അവർക്ക് എന്താണ് ആ ഒരു നേർച്ച, ആ നേർച്ച സാഹചര്യം വേണ്ടി ഇവിടുത്തെ അമ്മയുടെ നടയുന്ന ഇവർ ഈ ഒരു അർപ്പണം, ഈ ഒരു നെയ്വിളക്ക് നേരുന്ന കാഴ്ച. അപ്പൊ ബാക്കി നമുക്ക് എന്തൊക്കെ നമുക്ക് അത് പോയി കാണാം. അപ്പൊ ഇന്ന് ഇവിടെ ഒത്തിരി പേര് ഈ ഒരു ചമയവിളക്ക്, ഈ ഒരു അമ്പലത്തിൽ നിന്ന് ആ ഒരു ദേവിയുടെ സന്നിധിയിൽ ആ ഒരു ചമയവിളക്ക് എത്തിന് ശേഷമാണ് ഇവര് ആ ഒരു വരുന്ന ആ വരിക്ക് അവര് ആ ഒരു നമ്മള് ഒരു ഓശയത്ര പോലെ ആ ഒരു നെയ് വിളക്ക് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഒത്തിരി പേര് ഇപ്പൊ തന്നെ നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല, ഒത്തിരി പേര് ഇവിടെ നിൽപ്പുണ്ട്. അതായത് ഇവിടെ വരുമ്പോ ഈ ഒരു അമ്പല കമ്മിറ്റി എന്നാണ് ഈ ഒരു നേർച്ച, ഈ ഒരു കൂപ്പൺ എടുത്തതിനു ശേഷം ഒരു 100 രൂപ വരുന്ന ഒരു കൂപ്പൺ എടുത്തതിനു ശേഷമാണ് ബാക്കിയുള്ള ഒരു ചമയവിളക്ക് ചാകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ആ ഒരു വിളക്കിലേക്ക് ആ കാണുന്ന ഒരു ആരതി, ആ ഒരു അമ്പലത്തിന്റെ അവിടെ ഒരു ആരതിയാണ്. അപ്പൊ അവിടെ നിന്നാണ് ആ ഒരു നെയ്വിളക്ക് ഇവരെടുത്തിട്ട് പിന്നെ ഇവര് ഒരു വർഷത്ര പോലെ ആ ഒരു അമ്പലത്തിന്റെ കവാടം മൊത്തം നിൽക്കുന്നത്. അപ്പം ഒത്തിരി വർഷങ്ങളുള്ള ഒരു ചടങ്ങാണ്. എന്നാൽ പോലും ഓരോ വർഷം കൂടുന്തോറും ഇതിനുള്ള ആൾക്കാരും പല ഭാഗത്തും വരുന്നുണ്ട്. കാര്യം അവർക്ക് എന്താണുള്ള ആഗ്രഹങ്ങൾ അത് സാധിച്ചു കിട്ടുന്നുള്ള ഒരു വിശ്വാസമാണ് ഇതിനുള്ള ഏറ്റവും വലിയ അടിസ്ഥാനം. ഈ അമ്പലത്തിന്റെ ഓരോ വീഡിയോസും ഓരോ വർഷങ്ങളെ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഈ ഒരു പ്രാചീന ആയിരിക്കും ഈ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് ഒത്തിരി പേര് കാണാൻ അവർ സംസാരം മനസ്സിലായി. ഇത് ഒരിക്കലും ആ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടല്ല, ഉള്ള ഒരു നമുക്ക് എന്താണ് നമ്മളെ ഒരു ആഗ്രഹം, ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു അർപ്പണം മാത്രം.
അടുത്ത് നമുക്കൊരു ഇൻഡസ്ട്രി ആയെന്ന് വെച്ചാൽ അതായത് നമ്മളെ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ഇവിടെ ഈ അമ്മയുടെ നടയിൽ ഈ ഒരു ആ ഒരു പെൺവേഷം കെട്ടിന്നിട്ടുണ്ട്. അതിസുന്ദരിയായ അതായത് പെണ്ണുങ്ങൾ കണ്ടപ്പോൾ നമ്മൾ തൊട്ടി വന്ന അതിസുന്ദരമായ ഒരു ആൺകുട്ടി. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ഹായ്, നെയിം? My name is Shivangi. Shivangi. You from Bangalore. Bangalore? Is your first time? No, this is second time. Oh, second time. Okay. Your experience, tell me. Last time my experience was really good. That's why I came second time also here to follow the culture and tradition. I really love the Kerala and Kollam too. Yeah, you look very beautiful. You are really. Thank you so much. Okay, nice. Okay. അപ്പൊ കണ്ടില്ല, അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒത്തിരി പേര് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇന്ത്യയുടെ തന്നെ പല ഭാഗത്ത് നിന്ന് ഈ ഒരു ഉത്സവം അറിഞ്ഞും ഇവിടുത്തെ ഒരു മഹത്വം അറിഞ്ഞും അവരൊരു ആഗ്രഹത്തിന് വേണ്ടി ഇത്രയും ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ചമയവിളക്ക് അവർ ഈ ഒരു അമ്പലത്തിന്റെ ഈ ഒരു ദേവിയുടെ ആ ഒരു നടയിൽ നിന്ന് 3 തവണ പ്രദക്ഷിണം വച്ചതിന് ശേഷമാണ് ഇന്ന് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വലിയൊരു വേദിയിൽ ഇവര് ക്യൂ ആയിട്ട് ഇവര് നിൽക്കുന്നത്. അപ്പൊ ഒത്തിരി പേര് നമുക്ക് കാണാം. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒത്തിരി പേര് അവർ ചെയ്ത ആ ഒരു കർമ്മം ചെയ്തിട്ട് അവർ പോകുന്ന കാഴ്ച കണ്ട് ഇനി ഒത്തിരി പേര് വരുന്നുണ്ട്. അവർ രാത്രി 2 മണി വരെ ഈ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് കാണാം ബാക്കിയുള്ള വിശേഷങ്ങൾ. സുന്ദരിയായ ഒരു കുട്ടിയുണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം ഇവിടുത്തെ അമ്മയുടെ നാതിൽ ആ ഒരു വിളക്കെടുക്കാൻ വേണ്ടി. എന്താ പേരെന്താ? എന്റെ പേര് അമൽ. അമൽ എത്ര വർഷം കൊണ്ട് എടുക്കുന്നത്? ഇപ്പൊ 4ാമത്തെ വർഷം. 4ാമത്തെ വർഷം. അപ്പം ഇതിപ്പോ ഓരോ വർഷം എന്തെങ്കിലും നേർച്ച നമ്മളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി നേർച്ച പറഞ്ഞിട്ട് എടുക്കുന്നതാണ്. എടുക്കുകയാണ്. ഓക്കെ. അപ്പം ഇപ്പൊ കാണാൻ ഒത്തിരി, അതായത് കണ്ടാൽ നമുക്ക് ഡൗട്ട് ഇതൊരു പെൺകൊച്ചാണോ ഇത്? ഇപ്പൊ ആരാണ്? ആൺകൊച്ചാണ്, സോറി. അപ്പം ഇത് ആരാണ് ഇതിന്റെ മേക്കോർ? ഇത് മേക്ക് ഓവർ ചെയ്തേക്കുന്നത് ആറ്റിങ്ങിലാണ്. ശ്രീലത ശ്രീ ചിത്തിര എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറിലാണ് ചെയ്തത്. അപ്പം എല്ലാ വർഷവും അവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ ഒരു കൊച്ചു ബാല, ഒരു സുന്ദരിയായ ഒരു കൊച്ചു ബാല നമുക്ക് ചോദിക്കാം. എന്താ മോന്റെ പേര്? അർജിത്ത്. അജിത്താ, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് വേഷം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഓക്കെ ചേട്ടാ, ഇത് ആദ്യത്തെ തവണയാണ് ചെയ്യുന്നത്? അല്ല, നമ്മള് സ്ഥിരം. ഞാൻ കൊച്ചിനാണ്. ചേട്ടാ എത്ര വർഷം കൊണ്ട്? 10-12 കൊല്ലം എടുത്തു. 10 വർഷം കൊണ്ടാണ് ചേട്ടാ എടുക്കുകയാണ്. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഇപ്പൊ ഓരോ തവണ എന്തെങ്കിലും നേർച്ച ആയിട്ടാണോ അതോ നമ്മള് നേർന്നത്? പിന്നെ ഇപ്പൊ സ്ഥലത്തില്ലാതെ ഇപ്പൊ ഇക്കൊല്ലം നാട്ടിലുണ്ട്. അങ്ങനെ മാനം കൂടെ. അപ്പൊ മോന്റെ ആദ്യത്തെ ഇതാണ് മോളെ വച്ചൽ. ഓക്കെ. ശരി, അപ്പൊ കണ്ടില്ലേ? ഓക്കെ, കൊള്ളാം കേട്ടാ, കാണാൻ ഭംഗിയായിട്ടുണ്ട് കേട്ടാ. ഞാൻ 2ാമത്തെ ഫസ്റ്റ് ടൈം കുറച്ച് കുറേ മുമ്പ് എടുത്തത്. ഇത് ഫസ്റ്റ് ടൈം ആണ്. 2ാമത്തെ ഇത് ഞാൻ മെടക്കത്തിലാണ്. എന്റെ ഫ്രണ്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പൊ അവളെ ഒരുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം വരണം പൊതുവെ വരുന്നത് ആഗ്രഹിക്കുന്നുണ്ട്. മൊത്തത്തിൽ തന്നെ പാറി മാറി കണ്ട മനുഷ്യട്ടാ എന്താ പറയാ, മൊത്തത്തിൽ മുഞ്ചത്തെ പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. അതേപോലെ രാഷ്ട്രീയ വേറെ സന്തോഷം.